Okay, good morning all of you. All of you mark your attendance. Okay, അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് റിവിഷൻ രീതിയിൽ ചെയ്യാം. അതിൽ നിങ്ങൾ സ്വരാക്ഷരങ്ങളെ ഫുള്ള് പഠിച്ചിരിക്കണം. നമുക്ക് എഴുതാനുണ്ട്, സ്വരാക്ഷരങ്ങൾ കംപ്ലീറ്റ് എഴുതാനുണ്ട്. ഓക്കെ, അപ്പോൾ all of you take your slate and pencil. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് സ്വരാക്ഷരങ്ങൾ കംപ്ലീറ്റ് എഴുതാം. ഒന്ന് മിസ്സിനെ എഴുതി കാണിച്ചു തന്നെ വേഗം മക്കളെല്ലാവരും. All of you take your slate and pencil. Okay. Mark your attendance. Please mark your attendance. Okay. All of you take your slate and pencil. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എഴുതാനുള്ള സ്വരാക്ഷരങ്ങൾ. സ്വരാക്ഷരങ്ങൾ ഒന്ന് എഴുതി കാണിച്ചേ മിസ്സിനെ നോക്കട്ടെ. എല്ലാവരും എക്സാമിന് റെഡി ആണെന്നല്ലേ പറഞ്ഞത്? നോക്കട്ടെ. Ishida, where are you going? Ishida, are you there? Oh, yes, yes. Okay. Nihara, Nihal, please turn on your video. Okay. അപ്പൊ സ്വരാക്ഷരങ്ങൾ കംപ്ലീറ്റ് എഴുതിയ മക്കള് നോക്കട്ടെ. യെസ്, എന്താണ് ഗായത്രി? സ്വരാക്ഷരങ്ങൾ എഴുതണം. സ്വരാക്ഷരങ്ങൾ ഏതാ? ആ, ഇ, ഈ, അതാണ് സ്വരാക്ഷരങ്ങൾ. ആ, ഇ, ഈ, ഉ, ഋ, എ, ഐ, ഒ, ഔ, അം, ആ. വെരി ഗുഡ് ജാനകി മനു. ജാനകി മനു, വെരി ഗുഡ്. സൂപ്പർ ആയിട്ടുണ്ട്, നന്നായി എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ മക്കള് സ്വരാക്ഷരങ്ങൾ എഴുതാൻ നന്നായി പഠിക്കണേ. എക്സാമിന് വരുന്നുണ്ട് കേട്ടോ അക്ഷരങ്ങള്. സ്വരാക്ഷരങ്ങൾ എഴുതാനുണ്ട്. പിന്നെ വരുന്നത് നെക്സ്റ്റ് എങ്ങനെയാ? ചിത്രങ്ങള്, പിക്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനുണ്ടാവും. താഴെ തന്നിരിക്കുന്ന പിക്ചറുകൾ ഏതാണെന്ന് വെച്ചാൽ തിരിച്ചറിയാൻ വേണ്ടി അല്ലേ. പിന്നെന്താ, മാച്ച് ചെയ്യാനുണ്ട്, എഴുതാനുണ്ട്. യെസ്, പറഞ്ഞോ. ഹർഷാൽ, വെരി ഗുഡ്. ഹർഷാൽ, വെരി ഗുഡ്, സൂപ്പർ. നെക്സ്റ്റ് ആരൊക്കെ എഴുതി? എല്ലാവരും എന്ത് ഇത്ര സ്ലോ ആയത്? സായക്, വൈ ആർ യു ലേറ്റ്? വേഗം എഴുതിക്കോ. സ്വരാക്ഷരങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് മിസ്. സയാൻ, നിഹാര, നിഹാൽ, പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ. Okay. Did you finish? ആരും എഴുതുന്നില്ല, എന്ത് പറ്റി? സ്വരാക്ഷരങ്ങളൊക്കെ മറന്നുപോയോ? കുറച്ച് ദിവസം മിസ് ക്ലാസ് എടുക്കാതെ. പിന്നെ എല്ലാ ദിവസവും എഴുതിയില്ലായിരുന്നോ മക്കള്? വേഗം എഴുതിയേ, ഫാസ്റ്റ്. മിസ്സിനെ സ്വരാക്ഷരങ്ങൾ കംപ്ലീറ്റ് പഠിക്കണേ മക്കളെ. നമുക്ക് എഴുതാനുണ്ട് എക്സാമിന്.
അതുകൊണ്ട് എന്ത് ചെയ്യണം, എല്ലാവരും പഠിക്കണം. വെരി ഗുഡ്. മിസ് ഒന്ന് എഴുതുന്നുണ്ടേ. മക്കൾ എന്തായാലും നിർബന്ധമായും ഇത് പഠിച്ചിരിക്കണേ. ഓക്കെ, നമ്മൾ പഠിച്ചല്ലേ സ്വരാക്ഷരങ്ങൾ കംപ്ലീറ്റ്. ഇനി നെക്സ്റ്റ് നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ പഠിക്കുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം, ഇത് തറവായി പഠിച്ചിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും, ഓവർലോഡ് ആകും നമ്മൾക്ക്. ഓക്കെ, മിസ് ഒന്നുകൂടി അത് റിവിഷൻ പോലെ എഴുതി തരുവാണേ. എല്ലാവരും എഴുതി പഠിക്കുക. നെക്സ്റ്റ് ഏതാ, അടുത്തത് ഐ. I. O. Au. ഓക്കെ, ഇ ഉ ഋ ഐ ഓ ഔ ആ. ഇ ഉ ഋ ഐ ഓ ഔ എല്ലാവരും എന്തായാലും നിർബന്ധമായി അത് പഠിച്ചിരിക്കണേ. സ്വരാക്ഷരങ്ങൾ എഴുതാൻ റിഹാൻ, റിഹാൻ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമ്മള് പഠിക്കണേ എല്ലാ മക്കളും. വെരി ഗുഡ്. പറഞ്ഞോ. ആഫിയ, വെരി ഗുഡ്, വെരി ഗുഡ്. റിഹാൻ. ഓക്കെ, പിന്നെ നമുക്ക് എന്തൊക്കെയാ വായിക്കാൻ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. നമ്മള് പിക്ചേഴ്സ്, ടെക്സ്റ്റ് ബുക്ക്, ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്സ്. തളിര് എന്ന ബുക്ക് എടുക്കുക കേട്ടോ. നമ്മുടെ LKG-യിലത്തെ തളിര് എന്ന ബുക്കാണ് മിസ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതാണ് നമുക്ക് എക്സാം ഉള്ളത്, അതിന്റെ അവസാനം വരെയുള്ള ഭാഗങ്ങൾ അല്ലെ. പേജ് നമ്പർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതനുസരിച്ച് പഠിക്കുക. അപ്പൊ പേജ് നമ്പർ 26, ടേക്ക് പേജ് നമ്പർ 26. തളിര് എന്ന ബുക്കില് പേജ് നമ്പർ 26 എടുത്തേ. എല്ലാവരും എടുത്തോ? അതിലെന്തൊക്കെയുണ്ട് നോക്കിയേ മക്കളെ, വായിക്കണ്ടേ? ഫസ്റ്റ് വൺ മിസ് വായിക്കാം. കണ്ണ്. എവിടെ ടെക്സ്റ്റ് ബുക്ക് ആണ് പഠിപ്പിക്കുന്നത് മിസ് ഇപ്പോ. കാരണം നമുക്ക് UKG-യിലത്തെ എല്ലാ സിലബസിലും ഇപ്പൊ നമുക്ക് LKG ആണ്. അതനുസരിച്ചാ മിസ് കണ്ണ്, മുഖം, മേഘം, ചക്ക, ഓക്കെ റിഷാൻ,
ഏതാ മക്കളെ? വട, ജനൽ, ചഷം, ഞണ്ട്. നെക്സ്റ്റ് പേജ് നോക്കിയേ. 27. വട, മിഠായി, ഗരുഡൻ, ചക്ക, അടുത്തത് രഥം, ദന്തം, നരി. നെക്സ്റ്റ് മക്കളെ നോക്കി എടുത്തത് പന, ഫലം, രണി, മരം, അടുത്ത പേജ് സർപ്പം, സിംഹം, ആഴ, ഒരുക്കം എന്നുള്ള ഒരു നമ്മൾ പഠിച്ചത്. എന്നും കാലത്തുണം ദേഹം വരുത്തി പാലും പഴവും കഴിക്കണം, പുത്തനുടുപ്പുകളണിയേണം, എടുക്കേണം, ചറപറ പെയ്യും ചൂടി പോകേണം. അടുത്ത എന്താ മക്കളെ? നമ്മുടെ നഴ്സറി എന്നൊരു റൈംസ് അല്ലേ? നമുക്ക് പോകാം നഴ്സറിയിൽ, കൂടിയിരിക്കാം നഴ്സറിയിൽ, കൂട്ടായൊത്തു കളിച്ചിടാം, കൂട്ടരുമൊത്തു പഠിച്ചിടാം, പാട്ടു പഠിക്കാം ഈണത്തിൽ, ആട്ടവുമാടാം താളത്തിൽ, നന്മയിലേക്കു നയിച്ചിടാൻ കൂട്ടിനു ടീച്ചറുമുണ്ടല്ലോ. നെക്സ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? നെക്സ്റ്റ് പേജില് നല്ല ഗുഡ് ഹാബിറ്റ്. ഏതൊക്കെയാ നല്ല ശീലങ്ങൾ നമ്മൾ പറഞ്ഞത്? ഏതൊക്കെയാ പറഞ്ഞത്? സ്കൂളിലേക്ക് പോകണം, നല്ല സുന്ദരനായിട്ട് പോകണം അല്ലേ? അപ്പൊ ബ്രഷ് എഴുന്നേക്കണം, ബ്രഷ് ചെയ്യണം, കുളിക്കണം, മുടി ചീകണം, നഖം മുറിക്കണം, സ്കൂളിലേക്ക് പോകണം അല്ലേ? നെക്സ്റ്റ് കൃഷിയെയും പ്രകൃതിയെയും ഒക്കെയാണ് പരിചയപ്പെട്ടത്. അപ്പൊ നമ്മള് കൃഷിനെ പറ്റി പറഞ്ഞു അല്ലെ? ഭക്ഷണം നമുക്ക് ആവശ്യമാണെന്ന് നമ്മൾ പറഞ്ഞു. അതിനുവേണ്ടി എന്ത് ചെയ്യണം? കൃഷി ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ നമ്മള്? ഓക്കെ, ഒരു വാഴയുടെ പിക്ചർ ഉണ്ട് അവിടെ അല്ലെ? പിന്നെ നമ്മള് പഠിച്ചത് പൂമ്പാറ്റയെ കുറിച്ചും ചക്കയെ കുറിച്ചുള്ള ഓരോരു പാട്ടായിരുന്നു. പുള്ളിയുടെ ഓടി നടക്കും കുഞ്ഞി പൂമ്പാറ്റ, എവിടെ നിന്നു വരുന്നു നീ, എങ്ങോട്ടെന്നും പോണു നീ, തേടി തേടി നിന്നുടെ ഒരു നാളിൽ വന്നിടും. നെക്സ്റ്റ് നമ്മൾ പഠിച്ച ചക്ക. ആവിൽ കായ്ക്കും പഴവീരൻ, പുറമേ തൊട്ടാൽ മുഴമോ തൊട്ടാൽ ഒട്ടിച്ചിടുമ്പോൾ അതിമധുരം, തിന്നാലും കൊതി തിന്നില്ല, ത്തിലേറ്റം വമ്പൻ ഞാൻ. നെക്സ്റ്റ് വഴി കാണിക്കാം അല്ലേ? നമ്മള് മുയലിന് ക്യാരറ്റിനടുത്തേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു അല്ലേ? ഇല്ലേ? എല്ലാവരും കൊടുത്തില്ലേ? ഓക്കെ, നെക്സ്റ്റ് ആണ് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഉണ്ട്. അപ്പോ ക്രമത്തിൽ താളത്തിൽ ചൊല്ലി പരിശീലിക്കാനാണ് പറഞ്ഞിട്ടില്ല അക്ഷരമാല അല്ലെ? അതിൽ നമ്മള് സ്വരാക്ഷരങ്ങൾ കംപ്ലീറ്റ് എഴുതാൻ പഠിച്ചിട്ടുണ്ട്, ഒപ്പം പറയാനും എഴുതാനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മക്കൾ ഒരിക്കലും മറന്നു പോകരുതേ. ആ
ഇ ഈ ഇറ് ആ ഇനി വ്യഞ്ജനാക്ഷരങ്ങൾ അല്ലേ? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഖ ഖ ഖ ങ ഛ ഛ ഛ ഞ ഠ ഠ ഡ ഠ ണ ത ഥ ദ ഥ ന പ ഫ ബ ഭ മ യ യ ല വ ശ ഷ സ ഹ ള ല റ. ഓക്കെ, അപ്പൊ അത് നമ്മളെ നന്നായി പറയാനും പഠിച്ചിട്ടുണ്ട് അല്ലേ? കാ കണ്ണ് അത് വെച്ച് ഓരോ പിക്ചേഴ്സ് നമ്മളെ പഠിച്ചിട്ടുണ്ട്, ഓരോ വേർഡ്സ് നമ്മളെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? അക്ഷരമാല നന്നായി എഴുതി പഠിക്കണം. അതേപോലെ പിക്ചേഴ്സ് കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ അറിയണം, പറയാൻ അറിയണം. അതേപോലെ ചെറിയ ഫില്ല്, അതായത് ജസ്റ്റ് ഒരു പിക്ചർ അതിന്റെ ആദ്യ അക്ഷരം എഴുതാനുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിച്ച അക്ഷരങ്ങൾ മാത്രമേ മിസ് ഇട്ടിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചെഴുതണം അല്ലേ? ഇപ്പൊ എങ്ങനെയാ ഒരു പിക്ചർ തന്നിട്ട്, ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു പിക്ചർ തന്നിട്ട് ഇതിന്റെ ഫസ്റ്റ് ലെറ്റർ എഴുതാൻ പറഞ്ഞ മക്കൾ എഴുതുവോ? മിസ് പറയുന്ന പറഞ്ഞു തരണേ. ഇതാ ഇവിടെ ശ്രദ്ധിച്ച എല്ലാവരും. വാട്ട് ഈസ് ദിസ്? ആ ഇതിന്റെ ഫസ്റ്റ് ലെറ്റർ ഒന്ന് എഴുതി കാണിച്ചേ മിസ്സിനെ. ആദ്യ അക്ഷരം ഇതിന്റെ ഈ പിക്ചറിന്റെ. ഫാത്തിമ, ഫാത്തിമ എന്ത് പറ്റിന്ന് ഉഷാറില്ലാത്തെ? ഗുഡ് റിഹാൻ. ഓക്കെ, അങ്ങനെയാണ് മിസ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് മിസ് ഒരു പിക്ചർ കൂടെ കാണിച്ചു തരാ. വേഗം എഴുതണേ, എല്ലാവരും എഴുതണേ. ഈ പിക്ചർ ആണെങ്കിലോ ഇവിടെ മിസ് ഒരു പിക്ചർ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് what is this? അല്ലേ? ആ എഴുതി കാണിച്ചെന്നേ. ആ വെരി ഗുഡ് റിഹാൻ. ഇങ്ങനെയാണ് എഴുതേണ്ടത്, കണ്ടോ? ആ വെരി ഗുഡ് ഫാത്തിമ. ആ അല്ല ഫാത്തിമ, ഞാനിപ്പോ എയും എയും. വെരി ഗുഡ് ജാനകി. നെക്സ്റ്റ് ഇതിന്റെ ഫസ്റ്റ് എഴുതിയേ മക്കളെ, ഇതിന്റെ ഫസ്റ്റ് ലെറ്റർ എഴുതിയേ. വാട്ട് ഈസ് ദിസ്? ഈ പിക്ചറിൽ കാണുന്നെന്താ? വെരി ഗുഡ്. ഓക്കെ റിഹാൻ, റിഹാൻ പഠിച്ചല്ലേ? ആ ജാനകി, വെരി ഗുഡ്. അപ്പൊ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ? ആ, അപ്പൊ നമ്മള് എക്സാമിന് വേണ്ടി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഉള്ളത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? നന്നായി സ്വരാക്ഷരങ്ങൾ എഴുതി പഠിക്കണം. പിന്നെ പിക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ അറിയണം. അപ്പൊ അതിലേക്ക് മാച്ച് ചെയ്യാൻ അറിയണം. നെക്സ്റ്റ് ഫസ്റ്റ് ലെറ്റർ എഴുതാനുണ്ട്. അപ്പൊ അതൊക്കെ മക്കൾ എഴുതണം. ഹനിയ ഫാത്തിമ വെരി ഗുഡ്. എല്ലാവരും എഴുതിയിട്ടുണ്ട്. മാനവ് വെരി ഗുഡ്. ഓക്കെ, അപ്പൊ സ്വരാക്ഷരങ്ങൾ എഴുതി പഠിക്കണേ എല്ലാവരും. എന്താണ് റിഹാന്? ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ? നന്നായി പഠിക്കുക. എല്ലാ സബ്ജക്റ്റും നല്ലതുപോലെ പഠിക്കുക. നന്നായി എക്സാം എഴുതുക കേട്ടോ. കുഞ്ഞു ക്വസ്റ്റ്യൻ ആണേ. നന്നായി പഠിക്കുക എന്നെല്ലാം പറയുമ്പോ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസേ ഉള്ളൂ. എന്ത് ചെയ്യാ? എല്ലാവരും എഴുതുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെന്തുണ്ട്? ഇന്ന് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായില്ലേ? Bye. See you the next class. Bye. Okay. Bye bye. See you.